നമ്മുടെ കർത്താവായ ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈശോയുടെ തിരുശരീര രക്തങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര ധ്യാനിച്ചാലും മതിയാകലാത്ത ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടി സ്വയം ബലിയാടായ നമ്മുടെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ്. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ആ കരുണയുടെ ജപമാലയെക്കുറിച്ച്. അതിൽ പറയുന്നുണ്ട്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കരുണയായിരിക്കണമേ. കുരിശിൻ്റെ വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പുത്രൻ്റെ പീഡകൾ ധാരാളം മതിയല്ലോ എന്നാ പറയുക. ആ യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് വിശുദ്ധർക്കൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. റോമാക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നു, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. ഈ കരുണാമയനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെയാണ് നമ്മൾ ജീവൻ പ്രാപിച്ചത്. അപ്പം നമ്മൾ ഓരോ ദിവസവും പുണ്യവതി പറയുന്നുണ്ട്, യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയ രഹസ്യങ്ങളെക്കുറിച്ചുമൊക്കെ പുണ്യവതി വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ പറയുകയാണ്, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടി ഈ പെസഹ ആചരിക്കുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. അന്നത്തെ പെസഹ ആചരണത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? കുഞ്ഞാടുണ്ട്, അപ്പമുണ്ട്, ഔഷധ ചെടിയുണ്ട്, വീഞ്ഞുണ്ട്. ഇതെല്ലാം എടുത്താണ് അവർ അന്ന് പെസഹ ആചരിച്ചിരുന്നത്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് അവർ പെസഹ ആചരിച്ചിരുന്നു. നമ്മുടെ കർത്താവായ ഈശോയുടെ പെസഹയിൽ എന്താണ് സംഭവിക്കുക? ഈ പെസഹ ആചരണത്തിൽ ആ കുഞ്ഞാടിൻ്റെ സ്ഥാനത്ത് തൻ്റെ രക്തം കൊടുത്ത് അവിടുന്ന് ജനത്തെ ദൈവജനമാക്കി മാറ്റുകയാണ്. ഈ പെസഹ ആചരണ സമയത്ത് അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, തനിക്ക് പെസഹ ആചരിക്കുന്നതിനുള്ള സ്ഥലം ഒരുക്കുന്നതിനെക്കുറിച്ച്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 12-13 തിരുവചനത്തിൽ പറയുകയാണ്, സജ്ജീകൃതമായ ഒരു വലിയ മാളിക അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. ഇന്ന് ഈശോ അത്ര നല്ല സ്ഥലത്താണ് തൻ്റെ പെസഹ ഒരുക്കിയത്. ഇന്ന് നമുക്ക് ദിവ്യ അൾത്താരയുണ്ട്, നമുക്ക് ബലിപീഠങ്ങളുണ്ട്. ആ ബലിപീഠത്തിലാണ് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുക. നമ്മുടെ പുരോഹിതൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മളെല്ലാം അതിന് ചുറ്റും നിന്ന് ആ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ്. ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഭൗതിക ഒരുക്കങ്ങളെക്കാളും എല്ലാം ഉപരി നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റമാണ് ഈശോ ആഗ്രഹിക്കുക. ആ ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റമാണ് യഥാർത്ഥ ബലിയായി ഉണ്ടാകുക എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇവിടെയും നമ്മൾ പെസഹ ആചരിക്കുമ്പോൾ ഏറ്റവും നല്ല മുറിയിലാണ് ഈശോ പെസഹ ഒരുക്കി ആഘോഷിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയുടെ പെസഹ ആചരണത്തിൽ അവിടുന്ന് മേലങ്കി മാറ്റി എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതും താന് പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു തിരിച്ചറിയുകയാണ്. ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ ശിഷ്യരിൽ ഒരുവൻ തന്നെ ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുക്കുമെന്നും അങ്ങനെ തൻ്റെ ബലി പൂർത്തിയാക്കപ്പെടണമെന്നും അവിടത്തേക്ക് അറിയാമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചാൽ ഈശോ എന്തിനാണ് യൂദാസിനെയും കൂടെ കൊണ്ടു നടന്നത്? ഈശോയ്ക്ക് അറിയാമായിരുന്നിട്ടും ഈശോ കൂടെ കൊണ്ടു നടന്നു. ക്രിസ്ത്യാനികളായ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് എങ്ങനെയാണ് ഈശോ ചെയ്തതുപോലെ നമുക്ക് ആ തിന്മയെ നന്മയാക്കാൻ സാധിക്കുക? ഈശോ എന്താണ് ചെയ്തത്? യേശു എല്ലാവരുടെയും പാദങ്ങൾ കഴുകി. ഈശോ ആരെയും മാറ്റി നിർത്തിയില്ല. എല്ലാവരുടെയും പാദങ്ങൾ കഴുകി. അവിടെ നന്മയുണ്ടായിരുന്നു, തിന്മയുണ്ടായിരുന്നു. എന്നിട്ടും ഈശോ അവരെ എല്ലാം ഒരുപോലെ സ്നേഹിച്ചു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദും അതുപോലെ തന്നെ ബൈബിളിലെ നമ്മൾ ആത്മീയമായി കാണുന്ന എല്ലാവരും തന്നെ പല തരത്തിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട്.
വേദനിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ആ നന്മ ഉയരുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിലും ആ സത്യം ഉയരണം. നമ്മളിൽ ആ യൂദാസ് വരുന്നത് എപ്പോഴാണ്? നമ്മളിൽ കള്ളം നിലനിൽക്കുമ്പോൾ. ഈശോയുടെ ശിഷ്യരിൽ യൂദാസും ഈശോയുടെ കൂടെ നടന്നപ്പോഴും പല തെറ്റുകളും അദ്ദേഹം ആവർത്തിച്ചിരുന്നു. തൻ്റെ ഹൃദയത്തിൽ യേശുവിനെ രാജാവാക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ പണസഞ്ചി യൂദാസിൻ്റെ കരങ്ങളിലായിരുന്നു. അതിൽ പറയുന്നുണ്ട്, അവന് അതിൽ നിന്ന് വീഴുന്നത് എടുത്തിരുന്നത് കൊണ്ടുമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ തൈലാഭിഷേകം നമ്മൾ കാണുന്നുണ്ട്. അതിൽ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുത്തവനുമായ യൂദാസ് കറിയാത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ അത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നുകൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. കണ്ടോ, യൂദാസിന് സംഭവിച്ചെന്താണ്? ഈ തിന്മകളെല്ലാം യൂദാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ പക്കൽ ആയിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഈശോയെ അനുകരിക്കുന്നവരാണ്, ഈശോയുടെ സ്വന്തമാണ് എന്നറിഞ്ഞിട്ട് നമുക്ക് ന്യായമല്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലും പ്രവർത്തിക്കുന്ന ഈ തിന്മയുടെ ഒരു ശക്തിയാണ്. അവിടെ യേശുവിന് സ്ഥാനമുണ്ടാകില്ല. നമ്മൾ ആ യേശുവിനെ പല സമയത്തും മാറ്റി നിർത്തപ്പെടും. യേശുവിനെ നമ്മൾ ചുംബനം കൊണ്ട് സ്നേഹത്തോടെ ഒറ്റിക്കൊടുക്കപ്പെടും. കാരണം നമ്മൾ കള്ളനാണ്. ഓരോ പാപവും നമ്മളിൽ പ്രവേശിക്കുമ്പോൾ, ഓരോ പാപവും നമ്മൾ ചെയ്യുമ്പോഴും അവിടെ തിന്മയ്ക്ക് ഇരിക്കാൻ നമ്മളൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഈശോയെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്ന അനേകരെ ഈ സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോകണം. ഈശോ പോയ അതേ വഴിയിലൂടെ സ്വന്തം സഹോദരങ്ങളാലും തൻ്റെ താഴെയുള്ളവരാലും തൻ്റെ നേതാക്കന്മാരാലും പലതരത്തിലും ഒറ്റിക്കൊടുക്കപ്പെടുന്നവരാണ് ഈശോയിൽ ജീവിക്കുന്നവർ. അവർ ദൈവസ്നേഹത്തെ പ്രതി ആ സഹനങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അനേകരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുക. അപ്പോസ്തല പ്രവർത്തനം 23:1 അപ്പോസ്തല പ്രവർത്തനം 24:16 എല്ലാം പറയുന്നു, മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മുൻപിൽ ഞങ്ങൾ ശുദ്ധ മനസ്സാക്ഷി പാലിച്ചു. ഏത് ജോലി ചെയ്താലും നമ്മൾ ശുദ്ധ മനസ്സാക്ഷി പാലിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ ദൈവിക ചൈതന്യം കൊണ്ട് നമ്മൾ നിറയപ്പെടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ പാപം വർദ്ധിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പെസഹ ആചരണ സമയത്ത് യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുക. ആ സാത്താൻ പ്രവേശിക്കുവാൻ ഇടയായ സംഭവങ്ങൾ എന്താണ്? ആ തിന്മയുടെ അംശം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരെയും ഈശോ കഴുകുന്നുണ്ട്. അപ്പോഴും പത്രോസ്ലീഹ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങൻ്റെ കാല് കഴുകരുതേ. ഈശോ പറയുന്നില്ലേ, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ഇതിൽ ഈശോ പറയുകയാണ്, നിങ്ങളിൽ ഒരുവനിൽ ശുദ്ധിയില്ല. നമ്മുടെ ഹൃദയവും ഇതുപോലെയാണ്. അതിനാണ് നമുക്ക് അനുതാപം എടുക്കുക. ഈശോയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു വിശുദ്ധ പത്രോസ്ലീഹ. അദ്ദേഹം പലപ്പോഴും ഈശോയുടെ മുമ്പിൽ എടുത്തു ചാടാറുള്ള ഒരു സ്വഭാവമാണ്. ഈശോ ദൈവപുത്രനാണെന്ന് പ്രഘോഷിച്ചു. അതുപോലെ തന്നെ മാറി നിന്നിട്ട് ഈശോയുടെ പീഡാസഹനത്തെ തടഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഈശോ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് പോവുക, നിൻ്റെ ചിന്ത മാനുഷികമാണ്. ഈ മനുഷ്യരായ നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവം വിശുദ്ധ പത്രോസിനെ ആ ഒരു വഴിയിലൂടെ കടത്തിക്കൊണ്ട് പോവുക. എന്നിട്ടും പത്രോസ്ലീഹ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, നീ എവിടെയെല്ലാം പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് മാറ്റപ്പെടുകയില്ല എന്ന് പറയുമ്പോഴാണ് ഈശോ പറയുന്നത്, പത്രോസേ, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ബലഹീനതകളാണിതെല്ലാം. അപ്പോഴും പത്രോസ്ലീഹ എന്ത് ചെയ്തു? അനുതപിച്ചു. കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ വിശുദ്ധ പത്രോസ്ലീഹയുടെ ഹൃദയം പശ്ചാത്തപിക്കുകയാണ്. ആ ഒരു പശ്ചാത്താപത്തിലൂടെയാണ്
അനേകരെ വിശുദ്ധ പത്രോസ്ലീഹ രക്ഷിക്കുന്നത്. സഭയുടെ തലവനായിട്ട് ഈശോ വിശുദ്ധ പത്രോസിനെ തിരഞ്ഞെടുത്ത് ഈ ഒരു അവസ്ഥയിൽ കൂടെ എല്ലാം കടത്തിക്കൊണ്ട് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കോരോരുത്തർക്കും വേണ്ടിയിട്ടാണ്, മനുഷ്യരായ നമുക്ക് വേണ്ടിയിട്ടാണ്. ബലഹീനരായ മനുഷ്യൻ എപ്പോഴും വീണുകൊണ്ടിരിക്കുന്നവനാണ്. മനസ്താപ പ്രകരണം ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയാകുന്നു എന്ന് നമ്മൾ ഓരോ കുമ്പസാരത്തിലും ഏറ്റുപറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീണു പോവുകയാണ്. അതാണ് വിശുദ്ധ പത്രോസ്ലീഹ ഈശോ നമുക്ക് തന്നത്. അതേസമയം യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ട് അദ്ദേഹം വേദനിക്കുകയാണ്, കുറ്റബോധമുണ്ടാകുകയാണ്. ആ കുറ്റബോധത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതേസമയം കുറ്റബോധവും പശ്ചാത്താപവുമുണ്ട്. ഈ പശ്ചാത്താപത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുവിനോടൊപ്പം നമ്മളും ഉയർപ്പിക്കപ്പെടുകയാണ്. നിത്യജീവനിലേക്ക് യേശുവിനോടൊപ്പം നമ്മൾ കടക്കുകയാണ്. ഓരോ പശ്ചാത്താപത്തിലൂടെയും നമ്മളിൽ ഉണ്ടാകുക. ഓരോ ദിവ്യബലിയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളും ആ ബലി വസ്തുവിനോടൊപ്പം ചേർക്കപ്പെടണം. നമ്മുടെ ഹൃദയവും ചേർക്കപ്പെടണം. നമ്മുടെ ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ബലിയർപ്പണം. ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആത്മാവിനെ കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ ബലിയർപ്പണം പൂർത്തി. ഓരോ ദിവ്യബലിയെയും ഈശോയുടെ ശരീരത്തോടും രക്തത്തോടുമൊപ്പം നമ്മുടെ ഹൃദയത്തെയും നമുക്ക് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ മറിയം ചേർത്ത് പിടിച്ചതുപോലെ ഈശോയുടെ തിരുശരീരം പരിശുദ്ധ മറിയമാണ് അവസാനം മടിയിൽ കിടത്തി ആ ശരീരത്തെ സ്വീകരിച്ചത്. നമ്മളും നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിലേക്ക് ഈശോയുടെ ആ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കാണുന്ന ആ അപ്പത്തിൽ ജീവിക്കുന്ന ദൈവം വസിക്കുന്നുണ്ട്. ജീവിക്കുന്ന തിരുശരീരവും രക്തവും അതിൽ ഉണ്ട് എന്ന് നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കണം. ആ വിശ്വാസത്തിലൂടെ നമ്മുടെ ആത്മീയ ദാഹം ശമിക്കാനും ഈശോയെ അറിയാത്തവർ നമ്മുടെ സഹോദരങ്ങളിൽ എല്ലാം ആ കർത്താവിൻ്റെ സാന്നിധ്യം എത്തിച്ചേരുവാനും മിസ്റ്റർ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് ഈശോയുടെ തിരുശരീര രക്തങ്ങളെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.